ഹരേ കൃഷ്ണ. അപ്പോൾ ഗജേന്ദ്രസ്തുതിയുടെ 8 മുതൽ 14 വരെയുള്ള രണ്ടാം ഭാഗമാണ് നമ്മൾ തുടർന്ന് ചർച്ച ചെയ്യുന്നതും പാരായണം ശ്രവിക്കാൻ പോകുന്നതും. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യ ഭാഗത്ത് 8 മുതൽ 14 വരെയുള്ള ശ്ലോകങ്ങളുടെ പാരായണമാണ്. ശ്രദ്ധയോടെ ശ്രവിക്കാം. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. തസ്മൈ നമഃ പരേശായ ബ്രഹ്മണേ നന്ദശക്തയേ അരൂപായോരുരൂപായ നമഃ ആശ്ചര്യകർമ്മണേ നമഃ ആത്മപ്രദീപായ സാക്ഷിണേ പരമാത്മനേ നമോ ഗിരാം വിദൂരായ മനസാശ്ചേതസാമപി സത്വേന പ്രതിലഭ്യായ നൈഷ്കർമ്മ്യേണ വിപശ്ചിത നമഃ കൈവല്യനാഥായ നിർവാണസുഖസംവിദേ നമഃ ശാന്തായ ഘോരായ മൂഢായ ഗുണധർമ്മിണേ നിർവിശേഷായ സാമ്യായ നമോ ജ്ഞാനഘനായ ച ക്ഷേത്രജ്ഞായ നമസ്തുഭ്യം സർവാധ്യക്ഷായ സാക്ഷിണേ പുരുഷായാത്മമൂലായ മൂലപ്രകൃതയേ നമഃ സർവേന്ദ്രിയ ഗുണദൃഷ്ടേ സർവപ്രത്യയഹേതവേ അസതാശ്ചായ യുക്തായ സദാഭാസായ തേ നമഃ. നമോ നമസ്തേ ഖിലകാരണായ നിഷ്കാരണായാദ്ഭുതകാരണായ സർവാഗമാംനായ മഹാർണവായ നമോപവർഗായ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ശ്ലോകത്തിൻ്റെ അർത്ഥവ്യാഖ്യാനങ്ങളിലേക്ക് സ്വാഗതം. രണ്ടാം പദത്തിലെ ശ്ലോകങ്ങളുടെ വ്യാഖ്യാനവും അർത്ഥവിശദീകരണവുമാണ് തുടർന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. രണ്ടാം പദം ആരംഭിക്കുന്നത് തസ്മൈ നമഃ പരേശായ എന്ന 8ാം ശ്ലോകത്തോടു കൂടിയിട്ടാണ്. അതിൽ ഭഗവാനെ ആദ്യത്തെ 7 ശ്ലോകങ്ങളിലും ആദ്യ പദത്തിൽ ഗജേന്ദ്രൻ സ്തുതിച്ചിരുന്നത് ഭഗവാനെ നിർഗുണ ബ്രഹ്മരൂപത്തിലായിരുന്നു എങ്കിൽ രണ്ടാം പദത്തിൻ്റെ ആദ്യ ശ്ലോകത്തിൽ തന്നെ 8ാം ശ്ലോകത്തിൽ തന്നെ ഗജേന്ദ്രൻ ഭഗവാനെ ഒരു രൂപിയായി വിശ്വരൂപിയായി സ്തുതിക്കുന്നു. അത് ഗജേന്ദ്രൻ ഭക്തൻ എന്ന നിലയിൽ ഗജേന്ദ്രൻ ഒരു പടി ഉയർന്നു, അല്ലെങ്കിൽ ഗജേന്ദ്രൻ്റെ ഭക്തിയിലുള്ള പുരോഗതിയെ സൂചിപ്പിക്കുന്നതാണ്. ആദ്യം ബ്രഹ്മത്തെ മാത്രം കണ്ട ഗജേന്ദ്രന് രൂപിയായ ഭഗവാന്റെ സ്വരൂപത്തെ പിതുക്കെ ക്രമേണ ദർശിക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് 8ാം ശ്ലോകത്തിൽ ഗജേന്ദ്രൻ ഭഗവാന്റെ രൂപത്തെ വർണ്ണിക്കുന്നത്. അതാണ് 8ാം ശ്ലോകം. തസ്മൈ നമഃ പരേശായ ബ്രഹ്മണേ നന്ദശക്തയേ എന്ന് പറയുന്ന 8ാം ശ്ലോകം. തുടർന്ന് 9ാം ശ്ലോകത്തിൽ നമോ ആത്മപ്രദീപായ സാക്ഷിണേ പരമാത്മനെ എന്ന് 9ാം ശ്ലോകം ആരംഭിക്കുമ്പോൾ അവിടെ ഭഗവാന്റെ പാദങ്ങളെ ഒരിക്കലും ഭൗതികമായി നമുക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്നതല്ല, അത് ഭൗതികമായി ഒരിക്കലും പ്രാപിക്കാൻ കഴിയുന്നതല്ല എന്ന് 9ാം ശ്ലോകം സൂചിപ്പിക്കുന്നു. ബ്രഹ്മസംഹിതയിലെ പന്ഥാസ്തു കോട്ടിശതവത്സര സംപ്രഗമ്യോ വായോരഥാപി മനസോ മുനിപുങ്കവാനാം സോപ്യസ്തി യത് പ്രപതി സിന്യ വിചിന്യ തത്വേ ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി എന്ന ശ്ലോകത്തിലൂടെ സൂചിപ്പിക്കുന്ന അതേ ആശയം തന്നെ ഈ ശ്ലോകത്തിലും നമുക്ക് കാണാൻ സാധിക്കും. ഭൗതികമായി ഒരിക്കലും പ്രാപിക്കാൻ കഴിയാത്ത, കോടി വർഷങ്ങൾ നമ്മൾ യാത്ര ചെയ്താലും എത്തിച്ചേരാൻ കഴിയാത്ത ഭഗവാന്റെ ആ പാദങ്ങൾ, അതിനെ നിഷ്കളങ്കമായ നിർമ്മലമായ ഭക്തി കൊണ്ട് സുലളിതം പ്രാപിക്കാൻ സാധിക്കുമെന്ന് ഗജേന്ദ്രൻ 9ാം ശ്ലോകത്തിൽ പറഞ്ഞു വെക്കുന്നു. സത്വേന പ്രതിലഭ്യായ എന്നാണ് 9ാം ശ്ലോകം ആരംഭിക്കുന്നത്. ആ ശ്ലോകത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കുന്തിസ്തുതിയിൽ കുന്തിദേവി ഏത് പദത്തിനെ പ്രാപിക്കണം എന്ന് സ്തുതിക്കുന്നുവോ, നമോ അകിഞ്ചനവിത്തായ നിവർത്തഗുണവിത്തയെ ആത്മാരാമായ ശാന്തായ കൈവല്യപദേ നമ എന്ന് കുന്തിദേവി പറയുന്ന അതേ കൈവല്യപദത്തെ പ്രാപിക്കണമെന്ന് ഗജേന്ദ്രനും ഈ ശ്ലോകത്തിലൂടെ സൂചിപ്പിക്കുന്നു.
നമ കൈവല്യനാഥായ എന്ന പദത്തിലൂടെ ആ കൈവല്യ പദത്തിൻ്റെ നാഥനായി നിൽക്കുന്ന ഭഗവാനെയാണ് ഗജേന്ദ്രൻ സ്തുതിക്കുന്നത്. ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് സർവോത്തമരായ ഗജേന്ദ്രനെയും കുന്തിയെയും പോലുള്ള ഭക്തരുടെ ലക്ഷ്യസ്ഥാനം, അവരുടെ ഏക ആശ്രയം ആ ഭഗവാന്റെ കൈവല്യ പദം മാത്രമാണ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർ സർവോത്തമരായ ഭക്തരെല്ലാം ആഗ്രഹിക്കുന്നത് ആ ഭഗവത് കൈവല്യ പദത്തെ മാത്രമാണ് എന്ന് നമുക്ക് വ്യക്തമായും ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. തുടർന്ന് 11-ാം ശ്ലോകത്തിൽ നമ ശാന്തായ ഘോരായ മൂഢായ ഗുണധർമ്മണേ എന്ന് ഭഗവാനെ ഇവിടെ സ്തുതിക്കുന്നു. മൂഢായ എന്ന പദത്തിലൂടെ ഇവിടെ ഗജേന്ദ്രൻ സൂചിപ്പിക്കുന്നത് 2 അർത്ഥതലങ്ങളാണ്. ഒന്ന്, താൻ വേദന അനുഭവിക്കുമ്പോൾ ഭഗവാൻ എന്തുകൊണ്ടാണ് ഇവിടെ വരാത്തത്? ഭഗവാൻ ജ്ഞാനഘനരൂപിയാണെങ്കിൽ പോലും ഭഗവാൻ മൂഢനെ പോലെ സാക്ഷി രൂപത്തിൽ മാത്രം നിൽക്കുന്നു എന്ന് ഒരർത്ഥത്തിലൂടെ പറയുന്ന സമയം ഈ മൂഢ പദത്തിന് ഭഗവാൻ എല്ലാത്തിൻ്റെയും സാക്ഷിയാണ്. ഭഗവാൻ എല്ലാത്തിലും എല്ലായ്പ്പോഴും നിർഗുണ രൂപത്തിൽ നിർഗുണഭാവത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു എന്നൊരു പരോക്ഷമായ അർത്ഥവും ഗജേന്ദ്രൻ ഇവിടെ 11-ാം ശ്ലോകത്തിൽ സൂചിപ്പിക്കുന്നു. തുടർന്ന് 12-ാം ശ്ലോകത്തിൽ ക്ഷേത്രജ്ഞായ നമസ്തുഭ്യം എന്ന് തുടങ്ങുന്ന 12-ാം ശ്ലോകം ശ്രീ ലളിതാ സഹസ്രനാമത്തിലെ ക്ഷേത്രസ്വരൂപ, ക്ഷേത്രേശി, ക്ഷേത്രജ്ഞ പാലിനി എന്ന വരിക്ക് കൂടുതൽ ഊന്നൽ നൽകുന്നതുപോലെ ആ ക്ഷേത്രജ്ഞനും ക്ഷേത്രസ്വരൂപനും ആ ക്ഷേത്രത്തെ പരിപാലിക്കുന്നവനും ഭഗവാനാണ് എന്ന് വിളിച്ചോതുന്നതാണ്. വളരെ പ്രശസ്തമായ നീയല്ലോ മായയും മായാവിയും മായാ വിനോദനും നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകും ആര്യനും എന്ന ഗുരുദേവൻ്റെ വാക്കുകളും നമുക്കിവിടെ അന്വർത്ഥമാകുന്നുണ്ട് ഗജേന്ദ്രൻ്റെ ഈ സ്തുതിയിലൂടെ. അപ്പോൾ അപ്രകാരം ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ശരീരവും മനസ്സും ഭഗവാന്റെ പാദങ്ങളിൽ അർപ്പിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഈ ശ്ലോകത്തിലൂടെ 12-ാം ശ്ലോകത്തിലൂടെ ഗജേന്ദ്രൻ പറഞ്ഞു വെച്ചതിന് ശേഷം 13-ാം ശ്ലോകത്തിലേക്ക് സർവേന്ദ്രിയ ഗുണദൃഷ്ടി സർവപ്രത്യഹേതവേ എന്ന 13-ാം ശ്ലോകം ഗജേന്ദ്രൻ സ്തുതിക്കുകയാണ്. അതായത് എല്ലാ ഇന്ദ്രിയങ്ങളും അവയുടെ അനുഭവങ്ങളും സാക്ഷിയായി നിൽക്കുന്നവനാണ് ഭഗവാൻ. അപ്പോൾ ഈ സാക്ഷിയായ ഭഗവാനെ തൻ്റെ ജീവിതത്തിലേക്ക് കാരുണ്യം പ്രദാനം ചെയ്യാനായി ഗജേന്ദ്രൻ ഇവിടെ ക്ഷണിച്ചു കൊള്ളുകയാണ്. 2-ാം പദത്തിൻ്റെ അവസാനത്തെ ശ്ലോകമായ 14-ാം ശ്ലോകത്തിൽ സർവകാരണ കാരണം ബ്രഹ്മസംഹിതയുടെ ആദ്യ ശ്ലോകമായ ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാതിർ ഗോവിന്ദ സർവകാരണ കാരണം എന്ന വരിക്ക് അതേ ഭാവത്തിൽ അതേ അർത്ഥത്തിൽ ഗജേന്ദ്രൻ തൻ്റെ സ്തുതി ഇവിടെ 14-ാം ശ്ലോകത്തിൽ പറഞ്ഞു വെക്കുന്നു. എല്ലാത്തിനും കാരണമായവനെ, ഞാൻ രാജാവായി ജനിക്കാൻ കാരണമായത് നീ തന്നെയാണ്, ഞാൻ ഗജേന്ദ്രനായി ജനിക്കാനും കാരണം നീ തന്നെയാണ്, എനിക്ക് മുതലയുടെ കടി കൊള്ളാനും കാരണം നീ തന്നെയാണ്, അതുകൊണ്ട് എൻ്റെ മോക്ഷത്തിനും നീ തന്നെയാണ് കാരണം. ആ കാരണമായവനെ ഭഗവാനെ, അല്ലയോ നാരായണ വിഷ്ണു, എന്നെ എന്ത് ചെയ്യുക, അങ്ങ് മോക്ഷത്തിലേക്ക് ഉയർത്തേണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 2-ാം പദത്തിൻ്റെ അവസാനത്തെ ശ്ലോകവും ഗജേന്ദ്രൻ ഉപസംഹരിക്കും. അപ്പോൾ 2-ാമത്തെ പദമായ 8 മുതൽ 14 വരെയുള്ള ഈ ശ്ലോകങ്ങൾ അർത്ഥവും പാരായണവും എല്ലാവർക്കും മനസ്സിലായി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു.